ഹായ്, ഇത് ഒരു ചെറിയ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ പറയാനാണ് ഞാൻ ചെയ്യുന്നത്. പേഴ്സണൽ മീൻസ് ഈ ഒരു ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് കുറേ അധികം കമന്റ്സ് വരുന്നതിൽ ഒന്ന് രണ്ട് കമന്റ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഉണ്ണി വ്ളോഗ്സ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പറയണ്ട, ഞാൻ കാണുന്നുണ്ട് അയാളുടെ വ്ളോഗ്. അത് പക്ക അയാൾ അനിമോളെ ഡീഗ്രേഡ് ചെയ്യാൻ കയറിയിരിക്കുന്നതാണ്. അയാൾക്ക് PR ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഉള്ളത് രേവതിയാണ്, സായി ആൻഡ് സിജോ. ഇവർ രണ്ടുപേരും കൂടി ഇരുന്നു കൊണ്ട് പറയുന്നതും അനിമോൾക്ക് എഗൻസ്റ്റ് ആണ്. ബേസിക്കലി ഇതൊരു നല്ല ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൽ പെട്ടിരിക്കുകയാണ് രേവതി എന്ന് പറയുന്ന സ്ത്രീ. രേവതിക്ക് യാതൊരു ഉളുപ്പോ മര്യാദയോ ഇല്ല. അവർക്ക് അവരുടെ ഒരു ലെവൽ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു വാർത്താ മീഡിയത്തിലേക്കൊക്കെ വിളിച്ച് ബിഗ് ബോസിനെ പറ്റി ഒരു അഭിപ്രായം പറയണമെന്ന് പറയുമ്പോൾ അവരെ എത്ര പേര് ആകാംക്ഷയോട് നോക്കുന്നു എന്നുള്ളൊരു പൊതുബോധം അവർക്ക് ഉണ്ടാകണം. മാത്രവുമല്ല, നല്ല റവന്യൂ ജനറേറ്റ് ആകുന്നത് ആണ് ഈ ഒരു ഇത്. അവരുടെ ടൈം ലൈൻ ഞാൻ പോയി നോക്കുമ്പോൾ അവരുടെ വ്യൂ ഒക്കെ കാണുമ്പോൾ നല്ല എമൗണ്ട് അവർക്ക് മന്ത്ലി കിട്ടുന്നുണ്ട്. അതിന് മുകളിൽ ആരൊക്കെയോ 10-12 കൊടുത്തു എന്നതിന്റെ പേരിൽ അനിമോളെ ഡീഗ്രേഡ് ചെയ്യാൻ ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രത്തോളം എമൗണ്ട് അവിടെ ഇറക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇപ്പം അനിമോൾക്ക് 16 ലക്ഷം എന്ന് ഇവരൊക്കെ പറയുന്നിടത്ത് ഈ പറയുന്ന രേവതിയൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് 20-25 ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ്, അതൊരു ഈസി മണി അല്ലേ. അത് മാത്രമല്ല, വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം, പിന്നെ അവർക്ക് വലിയ വ്ളോഗിങ്ങോ കാര്യങ്ങളോ വേറെ ഒന്നിനെ പറ്റി വലിയ ആധികാരികതയോ സംസാരിക്കാനുള്ള കഴിവോ ഇല്ല. ആകെ ഉള്ളത് കണ്ടിട്ട് അലയ്ക്കണോ, അശരീണോ, അശസ്ത്രീ വീണോ, ഈ നിലവിളിയല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ സ്ത്രീക്ക് ആ ഒരു 25 ലക്ഷം 30 ഒക്കെ വാങ്ങിയിട്ട് അവരിരുന്ന് വായ്ത്താളം അടിക്കുന്നതാണ്. അപ്പം പലരും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, അത്രയൊക്കെ പേയ്മെന്റ് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന ഇവർക്കൊക്കെ ഇപ്പം രേണുസുതിക്ക് 50,000 പെർ ഡേ എന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അതൊരു പത്രത്തിൽ വന്ന സംഗതിയാണ്. ഞാൻ ആധികാരികമായി പറയുന്നതല്ല, പത്രത്തിൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ രേണുസുതിക്ക് 50,000 കൊടുക്കുമെന്നുണ്ടെങ്കിൽ സിനിമ ഫീൽഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വ്യക്തികൾ അതിനകത്ത് വന്നിരിക്കുമ്പോൾ അവർക്ക് പേർ ഡേ കിട്ടുന്നതിന്റെ 3 മടങ്ങ് അവർ കൊടുക്കേണ്ടി വരും. കാരണം അത്രയും ദിവസം അത്രയും നേരവും അവർ അഭിനയിച്ച് നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ പേയ്മെന്റ് കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും ആ രീതിയിലുള്ള പേയ്മെന്റ് ഉണ്ട്. അപ്പോൾ മിനിമം 50,000 എങ്കിലും ഓരോരുത്തർക്കും ഉണ്ടാകും എന്നുള്ളത് ഷുവറാണ്. അത് ഉറപ്പിച്ച കാര്യമാണ്. അതിൽ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാണ് അതിന്റെ പുറമെയാണ് ഈ കിട്ടുന്ന പ്രൈസ് മണി. നിൽക്കുന്ന ദിവസങ്ങളിലെ പേയ്മെന്റ് എക്സ്ട്രാ, മറ്റത് പ്രൈസ് മണി. അങ്ങനെയാണ് ഇവർക്ക് പേയ്മെന്റ് കൂടുതൽ കിട്ടുക. ഏകദേശം 1 CR കൊണ്ട് ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ജയിച്ച ആള്. കാരണം അത്രയും ദിവസം നിന്നതിന്റെ ഒരു എമൗണ്ടും കിട്ടും, മറ്റതും കിട്ടും. പിന്നെ ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയാൽ 5 ലക്ഷം മിനിമം കിട്ടും. അപ്പൊ ഇത് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് സെൽഫ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മീഡിയമാണ്. അതിലേക്ക് പോകുന്ന ഒരു വിറ്റും ചുറ്റും ഒക്കെ ഒരു എമൗണ്ട് PR കൊടുക്കുക സ്വാഭാവികമാണ്. ആ PR അവരുടെ മാന്യത പാലിക്കുക എന്നുള്ളത്. അപ്പൊ എനിക്കൊക്കെ ഇങ്ങനെ വന്നൊരു പേയ്മെന്റ് കൊടുത്താൽ ഓർറാന്ന് പറയും. കാരണം ഞാൻ ഈ ഒരു കാര്യം നിഷ്പക്ഷമായി പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അത് എനിക്ക് താല്പര്യമില്ല ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ പറയാൻ. കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് പറയും. ഇപ്പം അനിമോൾ തെറ്റ് ചെയ്താൽ അനിമോളെ തെറ്റെന്ന് തന്നെ പറയും. അതേപോലെ അക്ബർ തെറ്റ് ചെയ്താൽ അക്ബർ തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയും. ഒരു തർക്കവും ഇല്ല. ഇതെന്താണെന്ന് അറിയാം, അവർ കാണിക്കുന്ന ഒരു കാട്ടിക്കൂട്ടൽ, കാട്ടായങ്ങൾ, ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാം ഡീഗ്രേഡ് ചെയ്ത ഒരു രീതി, ആകെ മൊത്തത്തിൽ ആ സ്ത്രീക്ക് തലയ്ക്ക് എന്തോ പിടിച്ചേക്കുന്നു. അതുകൊണ്ടാണ് രേവതി അങ്ങനെ കിടന്ന് ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നത്. അലവരാതി തള്ള എന്നതിനപ്പുറം എനിക്ക് ആ പെണ്ണുപിള്ളയെ ഒന്നും തോന്നിയിട്ടുമില്ല. ഒരു മാനേഴ്സ് ഇല്ല, ഒരു എന്താ പറയണേ, മറ്റുള്ളവരോട് ഒരു കൺസിഡറേഷൻ വേണ്ടേ. കൂടെ വർക്ക് ചെയ്തവരെ തന്നെ ഡീഗ്രേഡ് ചെയ്യാനും എല്ലാവരും ഇപ്പൊ എത്ര പേര് അവർക്കെതിരെ പറഞ്ഞിരിക്കുന്നു ഈ ഒരു സ്ട്രൈക്ക് ബേസ് ചെയ്തിട്ട്. അതൊക്കെ എന്തിനാണ്? ഒന്നുകിലും മറുപടി പറയുക, അല്ലെങ്കിൽ മൗനമായിരിക്കും. അവരെ വേറൊന്നും പറയുന്നില്ലല്ലോ. അവർ പറയുന്നത് ശരിയല്ല, ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യല്ലേ എന്നല്ലേ പറയുന്നുള്ളൂ. അതിന് അവരെ സ്ട്രൈക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ഇനി അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാം. കാരണം നമുക്കത് കുറെ നേരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഞാനും ചെയ്യാറുണ്ട്. പേഴ്സണലി ചുമ്മാ പരദൂഷണം നുണയും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ സ്ട്രൈക്ക് കൊടുക്കുക എൻ്റെ പതിവാണ്. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തടുത്ത കുട്ടികൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ രണ്ടാമത് പേഴ്സണലി എനിക്കറിയാം, പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ പറയുന്നുമില്ല. രണ്ടാമത് ഉണ്ണി വ്ളോഗ്സ്, അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അത് കൺസേൺഡ് ആണ്, മറ്റൊരു വ്യക്തിയെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് അനിമോളെ ഡീഗ്രേഡ് ചെയ്യാനാണ്. പിന്നെ ഇവർക്ക് സ്ത്രീകളാണ് മിക്കവാറും അനിമോളെ അധികം സപ്പോർട്ട് ചെയ്യുകയുണ്ടാവുക. അതെന്തുകൊണ്ടെന്നാൽ സ്ത്രീകൾക്ക് മനസ്സിലാകുന്നതാണ് അനിമോളിന്റെ ക്യാരക്ടർ. ആണുങ്ങൾക്ക് അത് പിടികിട്ടത്തില്ല. അവർക്ക് ഇതങ്ങോട്ട് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റില്ല. ഈ അനിമോളുടെ ഒരേ ഒരു പ്രശ്നം എന്താ, കരഞ്ഞുകൊണ്ട് അങ്ങ് നിന്നു കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. അനിമോള് റിയാക്ട് ചെയ്യണം. ഇന്ന് തന്നെ രാവിലെ നടന്ന ഒരു വിഷയം എടുക്കുക. അക്ബർ അവളെ വല്ലാണ്ട് പറയുന്നു, അവൾ അപ്പുറത്ത് വരുന്നു കരയുന്നു. അതെന്തിനാ? നിർത്തടാന്ന് പറയാനുള്ള തൻ്റെ ഇടമൊക്കെ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് നീ കിടന്ന് കുറെ കൊണവണാണ് പറയുന്നത്? നിർത്തടാന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞു നോക്കിയാണ് അക്ബർ ഒരു മൂലയിൽ പോയിരിക്കും. അതുകൊണ്ട് ആരും അവളെ മോശമെന്ന് പറയുകയില്ല. ഒരു അടി കൂടെ പറ്റിക്കെങ്കിൽ പെർഫെക്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അത് അവിടുത്തെ നിയമത്തിന് ഇതാണല്ലോ. പുറത്തിറങ്ങിയ ചെവള വർക്കം ഒന്നും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ അപ്പാനി ഇന്ന് കാണിച്ചത്, അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവൻ ആദ്യം അക്ബറിനെയാണ് കെട്ടിപ്പിടിച്ചത്. ഇനി അവനോട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ധാർമ്മികത. അത് മാത്രമല്ല, പുറകിലേക്ക് ഇനി വീട്ടിലേക്ക് വരുമ്പോൾ
അപ്പാനി ചെയ്തതൊക്കെ അറിഞ്ഞിട്ട് അപ്പാനിയോട് ഒരു ദേഷ്യം വെക്കണ്ട എന്നുള്ളതാണ് അപ്പാനി ഉദ്ദേശിച്ചത്. അപ്പാനിയൊക്കെ ഏത് ലെവലിലാണ്, അവൾ എവിടെ എത്തി നിൽക്കുമെന്ന് കണ്ടോളൂ. വരും ദിവസം നിങ്ങൾക്കത് കാണാം. പിന്നെ PR ഉണ്ട്. ആണോ PR ഉണ്ടോ? അയ്യോ വലിയ സംഭവം തന്നെയാണ്. പിന്നെ സായി ആൻഡ് സിജോ, ഞാൻ തന്നെ വലിയൊരു എക്സാമ്പിളാണ് നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾക്ക് അറിയുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിക്ക് മുൻപുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഈ യുക്തിവാദി സംഘടനകളും ഒക്കെ ചേർന്ന് മതവിമർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്, എന്നാലും അത്ര തീവ്രമായൊന്നുമില്ല. അന്ന് ഞാൻ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ബഷീർ ലെവലിലുള്ള വിവാഹങ്ങൾ അങ്ങനെയുള്ളതൊക്കെ, ഈ മതത്തിലുള്ള കുറേ ഇഷ്യൂസ് ഒക്കെ ഞാൻ എതിർക്കുന്ന വ്യക്തിയാണ്. അത് ഇപ്പോഴും എതിർക്കുന്നത് കേട്ടോ. ഈ രണ്ട് ഭാര്യ സംഗതി എനിക്ക് വെറുപ്പാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇവർക്ക് ആരൊക്കെയോ പോയി കൊട്ടേഷൻ കൊടുത്തിട്ട് അതായത് ഇവർക്കൊരു ഗ്രൂപ്പുണ്ട്, സംഘടനയുണ്ട്. ആ സംഘടന ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ്. അതിൽ ഖാദർ കരിപ്പൊടിയുണ്ട്, ഇയാളുണ്ട്, സിജോ ഉണ്ട്, ഇവരുണ്ട്. ഈ സിജോ ഇരുന്ന് പറഞ്ഞ എന്താണെന്നറിയുമോ? എന്നെ പാകിസ്ഥാനിൽ കയറ്റി വിടണമെന്ന്. അതെന്തിനാണോ എന്തോ എനിക്കറിയാൻ വയ്യ. എൻ്റെ രാജ്യം എൻ്റെതല്ല എന്നും ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നില്ല എന്നും എൻ്റെ നാഷണാലിറ്റിയെ ചോദ്യം ചെയ്യുന്നതുമാണ് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യം. എന്നെ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. എന്നെ രാജ്യദ്രോഹി എന്നൊക്കെ പറയുന്നതാണ് ഈ കലി വരുന്നത്. ആ നാറി അതായിരുന്നോണ്ട് പറഞ്ഞത്. അതേപോലെ എനിക്ക് എഗൻസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തനുജ എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്ത, അവൾക്ക് കൊണ്ടുപോയി പേയ്മെന്റ് കൊടുത്ത് അവളെ കൊണ്ട് എന്നെ പറയിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 1 വർഷത്തോളം എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തത്, ഈ ഫീൽഡിൽ ഞാൻ ഇല്ലാണ്ടായി പോകുന്ന രീതിയിൽ എന്നെ അറ്റാക്ക് ചെയ്തു. അതിലവർ സന്തോഷിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, സായി എൻ്റെ മകനെ പറഞ്ഞത്, എൻ്റെ അമ്മയെ പറഞ്ഞത് ഒക്കെ അവൻ്റെ ടൈം ലൈനിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതും പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞോട്ടെ. എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെന്ന് എൻ്റെ മൂത്ത മകൻ വന്ന് അവനോട് പറഞ്ഞിട്ട് പോലും അവനതൊന്നും ഹൈഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. നല്ല നുണയനും നല്ല പറ്റിക്കുന്ന ഒരുത്തനുമാണ് സായി. നീ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളുക. ഈ പറയുന്ന സായി എൻ്റെ ചാനൽ നോക്കിയിട്ട് എടാ വ്യൂ ഇല്ലടാ എന്ന് ആസ്വദിച്ച് സന്തോഷിക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ക്രോസ് വാച്ച് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ, അതൊരു സ്ത്രീ ആണെങ്കിൽ അവളെ അടിച്ചിടണമെന്ന മെന്റാലിറ്റി ഉള്ള പയ്യനാണ് അവൻ. തീർച്ചയായിട്ടും അവൻ പിന്നെ അനുമോളെ വെച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവനെ കൊണ്ട് സാധിക്കാത്തത് ഒരു പെൺകുട്ടി സാധിച്ചു കൊണ്ട് പോകുന്നത് അവന് സഹിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഞാനൊരു വിക്ടിമാണ്. ഈ 2 നാറികൾ കാരണം ഒരുപാട് കാലം മനപ്രയാസത്തിൽ ഇറങ്ങി നിൽക്കേണ്ടി വന്ന ഒരു സാധു സ്ത്രീയാണ് ഞാൻ. സത്യമായിട്ട് ഞാൻ സാധുവാണ്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, ലുക്കില്ലെന്നേ ഉള്ളൂ. ഇനി ഈ സായി തന്നെ പലരെയും ടാർഗറ്റ് ചെയ്തിട്ട് ഇതുപോലെ കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് അവരെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ അവരുമായി ഇടപെട്ട് അവരെ സേവ് ചെയ്ത ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്. മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഇതിനെ പൂട്ടിക്കാൻ വേണ്ടി ഇവൻ ഒരു കൊട്ടേഷൻ എടുത്തിരുന്നു. അത് പൊട്ടിച്ച് കൈ കൊടുത്തത് ഞാനാണ്. അങ്ങനെ അടിയിൽ കൂടെയുള്ള എല്ലാ പാരകളെയും നിഷ്കരുണം തച്ചുടച്ച് ഇവിടെ നിന്ന് നിലകൊള്ളുന്നത് സ്ത്രീയാണ്. സ്ത്രീ എന്ന് കേട്ടാൽ അവനിക്ക് മുട്ടിടിക്കും. അവൻ സ്ത്രീകളെ കണ്ടിട്ടില്ല. അവന്റെ കൂടെ ഇരിക്കുന്ന ബൊമ്മയെ കണ്ടിട്ടുള്ളൂ. അതാണെങ്കിൽ വാ തുറന്നാ വേദാന്തമാണ് പറയണത്. എന്തൊക്കെയാ പറയണ കേൾക്കാം. ഒരു തലയും വാലും ഇല്ലാത്ത കിളാ പറയുന്ന ഒരു പ്രാന്തിയും കൊണ്ടാണ് അവ ഇരിക്കുന്നത്. അതിനകത്ത് പോയപ്പോൾ അവൾ കുറച്ച് മാന്യതയോടെ സംസാരിച്ചു. പിന്നെ പുറത്ത് വന്നപ്പോൾ അവൾ പിന്നെയും പഴയ 16 തന്നെ. അപ്പൊ അവച്ചകൾ പറയണത് നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇടണ്ട. എനിക്ക് അതിനകത്ത് കമന്റ്സ് ഇല്ല. കാരണം വ്യക്തിത്വമോ യാതൊരു നിലപാടോ ഇല്ലാത്ത വ്യക്തികളെ നമ്മൾ എന്തിനു ക്രിറ്റിസിസം നടത്തണം? ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിന് വ്യക്തിത്വമുണ്ടോ, നിലപാടുണ്ടോ? എന്താണ് ഇവരുടെ വ്യക്തിത്വം നിലപാടും? കൂടെ നിൽക്കുന്ന സഹ മത്സരാർത്ഥിയെ, അല്ലെങ്കിൽ നമ്മളിപ്പോ എൻ്റെ അതേ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് രേവതി. ഞാൻ അവളെ അടിച്ചതാക്കാനോ ഒടിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി ഒരു റിപ്പോർട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാവത്തില്ല. ഞാൻ പറയാനുള്ളത് പറയാൻ അതിനപ്പുറം വേറൊന്നുമില്ല. അതേസമയം രേവതി അങ്ങനെ അൺസിഫ് മൂൺലൈറ്റ് എന്ന് പറയുന്ന അയാളെ അങ്ങ് അടിച്ചു താക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, അയാൾക്ക് സ്ട്രൈക്ക് കൊടുത്തു. അത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. രേവതി പറ സ്ട്രൈക്ക് അടിക്കും. അവൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരാൾ മിണ്ടിയാൽ അതെന്ത് കാര്യം? അത് ഈ നമുക്കെതിരെ അഭിപ്രായങ്ങൾ വരണ്ടേ? അതുമല്ല, നോക്കുക, കമന്റ്സ് ബോക്സ് ആരെങ്കിലും ബ്ലോക്ക് ചെയ്യൂ? അതിന് മാത്രം സൈബർ അറ്റാക്ക് അവർക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു? അവരത്രയും വൃത്തികേട് പറയുന്നത് കൊണ്ടാണ്. ആ സ്ത്രീയെ നമുക്ക് പരിഗണിക്കാൻ പറ്റൂ? സായിയെ പരിഗണിക്കാൻ പറ്റൂ? കൂടെ നിൽക്കുന്നവരെ കുതികാലി വെട്ടുന്നതല്ലേ? ഇതേപോലെ ഇപ്പം ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറയുന്ന ധന്യ ഒരിക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എൻ്റെ ഒപ്പം നിന്നിട്ട് എനിക്കിട്ട് പണിത മോനാണിതെന്ന്. ഇത് ഇങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് എൻ്റെ മകനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞവനാണ് സായി. എൻ്റെ കുട്ടീനെ, എൻ്റെ മൂത്ത മകനെ കൊന്നുകളയാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞവനാണ് അവൻ. അത് മറ്റൊരു യൂട്യൂബർ വന്ന് എൻ്റെ ലൈവിൽ പറയുകയും ആ ലൈവിൽ ഇരുന്നു കൊണ്ട് ഞാൻ സായിയെ വിളിക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ധൈര്യസമേതം അത് ഏൽക്കുകയും ചെയ്ത ഒരു ക്രിമിനലാണ് അയാളിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അയാളുടെ ഉറ്റ സ്നേഹിതനാണ് ഈ സിജോ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ കേസ് കൊടുക്കാത്തത്? താല്പര്യമില്ല. ഇവനൊക്കെ ദൈവം കൊടുക്കുന്നുണ്ടല്ലോ.
ഈ കുഞ്ഞുങ്ങൾ എന്താണെന്നും ആ കുട്ടികളോട് അമ്മയ്ക്കുള്ള കരുതൽ എന്താണെന്നും ഒരു അമ്മ എങ്ങനെ വേദനിക്കുമെന്നും എനിക്കറിയാം. ആ വേദന അനുഭവിക്കാൻ പോലും ഒരു രീതിയിലുള്ള ഒരു ഒരു ചെറിയ വിഷമം പോലും അവനത് മനസ്സിലായിട്ടില്ല. അവന് ഒരു അമ്മയുടെ മകനാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ അമ്മയ്ക്ക് എത്രത്തോളം വേദന വരും എന്നൊരു ചെറിയ തോന്നൽ പോലും ഇല്ലാതെ അമ്മയിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വന്ന ഹതഭാഗ്യനാണ് അവൻ. അതൊക്കെയാണ് ദൈവം കൊടുക്കുന്ന പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ് ഒക്കെ അവൻ അനുഭവിക്കുന്നുണ്ട്, ഇനിയും കിട്ടട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. കുഞ്ഞുങ്ങളെ തൊട്ട് കളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വല്ലതും പറയുമ്പോൾ കുട്ടികളെ പറയുന്നു ഡിഗ്രേഡ് ചെയ്ത വശമാ പറഞ്ഞേ. എൻ്റെ കാറ്റഗറിയെ ഡിഫറെൻ്റ് ആണ്. ഞാൻ രാഷ്ട്രീയവും റിലീജിയനും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരാളാണ്. ഞാൻ ഇവരുടെ ഒരു സെഗ്മെന്റിലേക്കും വരുന്നതല്ല. വല്ലപ്പോഴും ഒരെണ്ണം എടുക്കുമെന്നതിനപ്പുറം ഒന്നുമില്ല. ബിഗ് ബോസിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബഷീർ അത് ബിഗ് ബോസ് ത്രൂ ആണ് എനിക്ക് അവനെ പരിചയം. അപ്പം അയാളെ പറ്റിപ്പെട്ടു. അയാളുടെ ആ രീതി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അയാൾ വന്ന് ഇവനോട് താങ്ക്സ് എഴുതി ഇടുന്നുണ്ട്. അവന്റെ വിരട്ടിലുണ്ടല്ലോ, അവനെ കേസ് കൊടുത്തു അങ്ങനത്തെ തലയിൽ കിട്ടും. എന്നിട്ട് എവിടെ കേസ് കാണുന്നില്ലല്ലോ. അതൊന്നും നടക്കൂലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇവന്റെ അടുത്ത് വന്ന് താങ്ക്സ് പറഞ്ഞു. താങ്ക് യു ബ്രോ, സൂപ്പർ ബ്രോ. അവന്റെ പെണ്ണുമ്പളെയും സമൂഹത്തോടുകൂടി വേറൊരുത്തി കെട്ടിക്ക് വീട്ടിൽ കൊണ്ടുവരട്ടെ. അപ്പൊ അറിയാം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മൾ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ച് സൊസൈറ്റിയിൽ ഞാൻ ഇസ്ലാം മത വിശ്വാസത്തിന് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു സംഗതിയെ എടുത്ത് വീഡിയോ ചെയ്ത നാട്ടിൽ ഈ അത്യാവശ്യം കലാപമുണ്ടാകാനും എന്നെയും കുഞ്ഞുങ്ങളെയും ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാനും സാധ്യതയുള്ള ഒരു സാധനത്തിനെ അത്രയും സബ്സ്ക്രൈബറുള്ള അവൻ പ്രൊമോട്ട് ചെയ്തവനാണ് അവൻ. അപ്പൊ പിന്നെ അവനിൽ നിന്ന് നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അനിമോളെ കൊല്ലണമെന്ന് വേണമല്ലോ അവൻ പറയും. അതാണ് ആ സാധനങ്ങൾ. പണത്തിന് വേണ്ടി ഏതറ്റവും പോകും. അപ്പൊ ഇവറ്റകളൊക്കെ കാശ് വാങ്ങിയിട്ടാണ് ഈ അലയ്ക്കുന്നത്. എനിക്ക് അവരോടൊന്നും കോട്ടി പിടിക്കാൻ താല്പര്യമില്ല. ഇത് ഞാൻ തുറന്ന് തന്നെ വന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ കമന്റ്സ് ഇടുമ്പോൾ എനിക്കറിയാം നിങ്ങൾ എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തോ പറയുന്നത്. എനിക്ക് ഇവറ്റുകളെ എടുത്ത് വെച്ച് കൊടുക്കാൻ താല്പര്യമില്ല. കാരണം വ്യക്തിത്വമില്ലാത്ത നിലപാടില്ലാത്ത ആളുകളോട് നമ്മൾ എന്താ പറയുക? അത് ദേവതയുടെ വിഷയം അത് തന്നെയാണ്. ഉണ്ണി വ്ളോഗിനെ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഉണ്ണി വ്ളോഗ് പറയുന്നത് അട്ടർ ഫേക്ക് ആൻഡ് നോൺസെൻസ് ആണ്. അത് അയാൾക്ക് അയാളുടെ അഭിപ്രായം ഉണ്ടാവും. അയാൾക്ക് മറ്റൊരു വ്യക്തിയായിരിക്കും ഇഷ്ടം. അതങ്ങനെയാണല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾക്ക് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ശരികൾ, നമ്മളുടെ അതേ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയോട് നമുക്കൊരു താല്പര്യം തോന്നും. ആ താല്പര്യത്തിനെയാണ് നമ്മൾ ഇഷ്ടമായിട്ട് കൊണ്ടു നടക്കുന്നത്, ഫാനാക്കുന്നത്. സുരേഷ് ഗോപി ഞാൻ ഇഷ്ടപ്പെട്ടത് ശക്തമായി സാമൂഹിക വിഷയങ്ങളിൽ പ്രതിഷേധിക്കുന്ന അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് എനിക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടം. അയാളുടെ പേഴ്സണാലിറ്റിയല്ല എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്, അയാളുടെ സിനിമയിലുള്ള ക്യാരക്ടറിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അതേസമയം ഞാൻ ചിലപ്പോഴെന്നല്ല മിക്കവാറും ഒക്കെ മോഹൻലാലിനെ പ്രതിഷേധിക്കുന്നതിന്റെ കാരണം വാമനപുരം ബസ് റൂട്ട് എന്ന സിനിമ ഞാൻ പ്രത്യേകമായി കണ്ടതുകൊണ്ടാണ്. എനിക്ക് ഡിഫറൻസ് മനസ്സിലായത് കൊണ്ടാണ്. പിന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ ചില നേരത്തെ ആറ്റിറ്റ്യൂഡ്, പബ്ലിക് ഷോയിൽ ഇരുന്നു കൊണ്ട് റോക്കറ്റ് വിട്ടത്, ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. മമ്മൂട്ടിയോടുള്ള എൻ്റെ പ്രതിഷേധം ഭാര്യയെയോ മകളെയോ മരുമകളെയോ ഇങ്ങനെ ഒരു ഇതിനകത്തേക്ക് ഇറക്കാതെ കടിച്ചു പിടിച്ചു വെച്ച് അയാളുടെ ഒരു ഷോവോനിസം കാണിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അയാളോട് താല്പര്യമില്ലാത്തത്. അതിന് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ നമുക്ക് താല്പര്യക്കുറവുകളുണ്ടാകും. പക്ഷെ ഒരു നടൻ എന്ന നിലയിൽ നല്ല രീതിയിൽ അഭിനേതാവ് തന്നെയാണ് അദ്ദേഹം എന്ന് ഞാൻ പറയും. പക്ഷെ അത് അദ്ദേഹത്തിന്റെ മാത്രം ക്വാളിറ്റി അല്ല. നല്ല സിനിമകൾ കൊടുത്തു, നല്ല സംവിധായകരുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ആ നിലയിലേക്ക് എത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ സീറോ തന്നെ. ചില സിനിമകളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. മോഹൻലാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഉണ്ണി വ്ളോഗിനെയൊക്കെ പോലുള്ളവർക്ക് ഒരാളോട് താല്പര്യം ഉണ്ടാവും. അവരെ ബൂസ്റ്റപ്പ് ചെയ്യാനോ അവരെ വിജയിപ്പിക്കാനോ അവർക്ക് താല്പര്യം കാണും. ആ താല്പര്യമാണ് അവരോട് പറയുന്നത്. അതുകൊണ്ട് അനുമോൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുമെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം, നടക്കുന്ന കേസേ അല്ല. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾ വന്ന് അങ്ങനെ പരാതികൾ പറയാതിരിക്കുക. അവരവിടെ കിടന്ന് അലച്ചോട്ടെ, അത് മൈൻഡ് ചെയ്യേണ്ട. അനുമോൾ ഓൾറെഡി ജയിച്ച് നിൽക്കുകയാണ്. അനുമോൾക്ക് ഇനി ഒരു കപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അനുമോൾ ഓൾറെഡി വിന്നറാണ്, തീർച്ചയായിട്ടും വിന്നറാണ്. അത് അറിയാത്ത കുറച്ച് പേരേ ഉള്ളൂ. അതിലൊരാൾ അനുമോളും ബാക്കി അനുമോളുടെ കട്ട ഫാൻസുമാണ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതിൻ്റെ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞതിൽ ഒത്തിരി വിഷമം തോന്നണ്ട. ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനിത് റിവീൽ ചെയ്തതാണ്. നന്ദി.